Greetings and welcome to Brown Girl. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു ഓൺലൈൻ സെയിൽ ലേഡീസ് ഫാഷൻ വെയറിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് എനിക്ക്. ജനറേഷൻ എട്ടയർ എന്നാണ് അതിന്റെ പേര്. അതാണ് കേട്ടത്, ജനറേഷൻ എട്ടയർ ലേഡീസ് വെയർ ആണ്, ഫാഷനബിൾ. ഇത് ഞാൻ ഓൺലൈൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഫെസ്റ്റീവ് സീസൺ ആണ് അല്ലേ. ഇയർ എൻഡ്, അതായത് ഡിസംബർ മന്ത് ആൻഡ് ന്യൂ ഇയർ, ബിഗിനിങ് ഓഫ് എ ഇയർ, ദാറ്റ് ഈസ് 2015 ജാൻ. അപ്പോ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആണ് നമ്മൾക്കിപ്പോ വരുന്നത്. അപ്പൊ ആ സീസണൽ ഡ്രസ്, ആ സീസണിന് പറ്റിയ കുറച്ച് വസ്ത്രങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ സീസണിന്റെ തീം നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് ബ്ലൂ. ഇതാണ് ക്രിസ്മസ് ഓർ ന്യൂ ഇയർ തീം എന്ന് പറയുന്നത്. വെസ്റ്റേൺ കൺട്രി സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ അതൊക്കെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സ്ലോലി ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് ടോപ്പാണ്. യങ്സ്റ്റേഴ്സ് ആൻഡ് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ക്രേപ്പ് സിൽക്ക് ആണ് കേട്ടത്. ക്രേപ്പ് സിൽക്ക്, ഫുൾ സ്ലീവ് ആണ്, വി നെക്ക് ആൻഡ് ഷോർട്ട് ടോപ്പ്. ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോ വയറില്ലാത്തവർക്കാണെങ്കിൽ ഈ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അതിനൊരു ഷേപ്പ് കിട്ടും. വയറുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചിങ്ങനെ എൻലാർജ് ചെയ്ത് കിട്ടും. ഞാൻ ഇതിനു മുൻപ് ഓൺലൈൻ സെയിൽ ചെയ്തിരുന്നു കേട്ടോ. ഇതൊക്കെ കുറച്ച് ഫാഷൻ വെയർ ആണ് ഞാൻ കൊണ്ടുവരുന്നത്, ഡിസൈനർ വെയർസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ഓൺലൈൻ സെയിൽ ചെയ്തിരുന്നത് കുറച്ച് നാളായിട്ട് എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുകയായിരുന്നു, തിരക്ക് കൊണ്ട് തന്നെ. അപ്പൊ ഇതാണ് എന്റെ ഷോപ്പിന്റെ പേര്, ജനറേഷൻ എട്ടയർ കേട്ടോ. ജനറേഷൻ എട്ടയർ എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഓൺലൈൻ സെയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് തിരക്ക് കാരണം തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും അതിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ സീസണിൽ തന്നെ വീണ്ടും തുടരാമെന്ന് വിചാരിച്ചു. അപ്പോ ലേഡീസ് കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇപ്പൊ എല്ലാവരും ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ടും നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നെങ്കിലും കുറച്ച് മോഡേൺ ആയിട്ട് വരാൻ ലേഡീസിന് കുറച്ച് ധൈര്യക്കുറവുണ്ടായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മീഡിയാസ് ഒക്കെ വന്നതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അതില് ലേഡീസ് കുറെ കൂടെ മോഡേൺ ആവാൻ ആഗ്രഹിക്കുന്നു. മോഡേൺ മീൻസ് എല്ലാത്തിലും കുറച്ച് മോഡേൺ ആവണം. ഡ്രസ്സിങ്ങിലായാലും നമ്മൾ അത് ശ്രദ്ധിക്കണം വളരെ. അപ്പോ ആഗ്രഹമുള്ളവരൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് അനുഭവിക്കുക. മറ്റുള്ളവരുടെ കണ്ടാസ്വദിക്കാതെ, ഫിലിം സ്റ്റാർസിന്റെ കണ്ടാസ്വദിക്കാതെ നമ്മൾക്ക് പറ്റുന്നത്, നമുക്ക് ചേരുന്നതെന്ന് തോന്നിയാൽ, നമ്മൾക്ക് കംഫർട്ടാണെന്ന് തോന്നിയാൽ വാങ്ങിച്ചു നോക്കുക. അത് ധരിച്ച് അനുഭവിക്കുക. ആ അനുഭവം നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അറിയുക. മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ളവരുടെ കണ്ട് ആസ്വദിക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടാണ് തോന്നുന്നത് വാങ്ങിച്ച് ധരിച്ചു നോക്കുക. അപ്പൊ ഇതും ക്രേപ്പ് സിൽക്ക് തന്നെയാണ്. ഇതൊരു ലോങ് ലൈൻ ട്യൂണിക് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ജീൻസിന്റെ കൂടെയോ, ജീൻസ് അതിനായിട്ട് വാങ്ങിക്കണം എന്നൊന്നുമില്ല കേട്ടോ. സ്കേർട്ടിന്റെ കൂടെയോ, ഇപ്പൊ വരുന്ന സൽവാറിന്റെ ഒക്കെ പാരലൽസ് ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, പാരലൽസ് ട്രൗസേഴ്സ്, അതിന്റെയൊക്കെ കൂടെ ഇത് ധരിക്കാവുന്നതാണ് കേട്ടോ. ഇതിന്റെയൊക്കെ സൈസൊക്കെ ഞാൻ വീഡിയോയിൽ എഴുതിയേക്കാം. സൈസും പ്രൈസും എല്ലാം ഞാൻ മെറ്റീരിയൽ എന്തൊക്കെയാന്നുള്ളത് ഞാൻ അതിൽ എഴുതി വെച്ചേക്കാം. അപ്പൊ ഇതാണ് സംഭവം. അഗെയിൻ വി നെക്ക്. ഇപ്പോഴത്തെ ഫാഷൻ ആണല്ലോ, ഇപ്പോഴത്തെ സ്റ്റൈലാണല്ലോ വി നെക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന ഒരു ക്രേപ്പ് സിൽക്ക് ആണ് കേട്ടോ. ഇത് വിത്ത് ലൈനിങ് ആണ്. ഇത് കുറച്ച് ട്രാൻസ്പെറന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ. നിങ്ങൾക്ക് അതില് കളർ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, ബട്ട് ബ്യൂട്ടിഫുൾ ബ്ലൂ. അതിൻ്റെ അകത്ത് റെഡ് ഫ്ലോറൽസും. ഇത് ബെൽ സ്ലീവ് ആണ്, ബെൽ സ്ലീവ്, 3/4 സ്ലീവ് ബട്ട് ബെൽ.
ഇങ്ങനെ വരും. ആൻഡ് ഇത് വന്നിട്ട് ഇങ്ങനെ ഗ്ലിറ്ററിങ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതൊന്നുമല്ല, ത്രെഡ് വർക്കാണ് അത് കേട്ടോ. കണ്ടാൽ നല്ലൊരു ജ്വല്ലറി പിടിപ്പിച്ച പോലെ ഉണ്ട്. നല്ല ത്രെഡ് കൊണ്ടുള്ള തന്നെ ഒരു ത്രെഡ് വർക്കാണ്. ഒരു നെക്ലസ് ഇരിക്കുന്ന പോലെ തോന്നും, പക്ഷെ നമ്മൾ തിരുമിയാൽ അത് പോകുന്നതല്ല. സ്റ്റോൺസും അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ. ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം ലേഡീസ് കളക്ഷൻസ് ആണല്ലോ എന്ന്. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ലേഡീസ് ആൻഡ് ചിൽഡ്രന്റെ കളക്ഷൻസ് ആണ് ചെയ്തിരുന്നത്. കൂടുതലും ലേഡീസിന്റെ തന്നെയാണ്. ജെന്റ്സിന്റെ കളക്ഷൻസിലേക്ക് ഞാൻ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട. നെക്സ്റ്റ് ഇയർ ഐ ട്രൈ മൈ ബെസ്റ്റ്. നെക്സ്റ്റ് ഇയർ ഞാൻ നോക്കട്ടെ എനിക്ക് ജെന്റ്സ് കളക്ഷൻസ് കൂടെ ഇതിൽ ചേർക്കാൻ പറ്റുമെന്ന് കേട്ടോ. ഇപ്പൊ ഞാൻ തൽക്കാലം ലേഡീസിന്റെ ആണ് ചെയ്യുന്നത്. കുട്ടികളുടെ ഉണ്ടായിരുന്ന കളക്ഷൻസ്, ഇപ്പൊ കുട്ടികളുടെ കളക്ഷൻസ് ഇല്ല. only for ladies for time being. ലേഡീസിന് മാത്രമുള്ളത് വിചാരിച്ച് വീഡിയോ കാണാതെ പോകരുത് കേട്ടോ പുരുഷന്മാര്. നിങ്ങളുടെ ഭാര്യമാർക്കും സിസ്റ്റേഴ്സിനോ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ കളക്ഷൻസ് ഇതിലുണ്ട്. അതുകൊണ്ട് ആരും ലേഡീസിന്റെ വീഡിയോ എന്ന് എഴുതി എന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകരുത് കേട്ടോ. എല്ലാവരും ഇത് കാണുക, നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുക. നമ്മളുടെ നെക്സ്റ്റ് കളക്ഷൻ ഒരു ക്രേപ്പ് തന്നെയാണ്. ഇത് ഓഫ് ഷോൾഡർ ആണ് കേട്ടോ. ഓഫ് ഷോൾഡർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കും. ഇത് ഇവിടെ ത്രെഡ് വരും, ഇവിടെ സ്ട്രാപ്പ് വരും. ഷോൾഡർ ഇവിടെ ഓഫ് ഷോൾഡറിന്റെ എൻഡിലായിട്ട് വരും ഇത്. അപ്പൊ ഇതിന്റെ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡമ്മിക്ക്, ഈ മാനിക്യൂറിന് സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഇരിക്കുക. ഇത് ഷോൾഡർ വരും, ഇവിടെ ഒരു ഗ്യാപ്പ്, സ്ട്രാപ്പും ഗ്യാപ്പ് വന്നിട്ട് ഇവിടുന്ന് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഇതിന്റെ ഇവിടെ നല്ല ലേസ് ഉണ്ട്, ക്രോഷിയോ ലേസ് വർക്കാണ് ഇവിടെ ഒരു 1 ഇഞ്ച്. ഇത് കുറച്ച് വലിയ സൈസാണ്, കുട്ടികൾക്ക് പറ്റിയതല്ല, വലിയ ആളുകൾക്ക് പറ്റിയ സൈസാണ്. സൈസൊക്കെ ഞാൻ അതിൽ എഴുതി കാണിക്കാം കേട്ടോ വീഡിയോയില്. എനിക്ക് ആ മാനിക്യൂറിന് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റാതിരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെയല്ല ഇതിന്റെ ഷോൾഡറിൽ വരിക. സ്ട്രാപ്പ് ഇവിടെ വരും, സ്ലീവ് ഇവിടെ ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു ഷോർട്ട് ടോപ്പ് ആണ്, ബട്ട് ഇത് കോട്ടൺ ആണ്. ഞാൻ ഇതുവരെ കാണിച്ചതെല്ലാം ക്രേപ്പും സിൽക്സും ഒക്കെ ആയിരുന്നു. ഇത് വന്നിട്ടൊരു കോട്ടൺ ആണ്, ബട്ട് അഗെയിൻ പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ. കോട്ടണിൽ തന്നെ പ്രീമിയം കളക്ഷൻ. നിങ്ങളിപ്പോ വാഷ് ചെയ്താൽ ഇതിന്റെ കളർ പോകുന്നതൊന്നുമല്ല. ഇത് ബ്ലോക്ക് പ്രിന്റ് ആണ്. ബ്ലോക്ക് പ്രിന്റ് ആൻഡ് കലംകാരി പ്രിന്റ് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഈ ബോഡി പാർട്ട് കാണുന്നത് ബ്ലോക്ക് പ്രിന്റും ഈ സ്കേർട്ട് ആൻഡ് സ്ലീവ് കാണുന്നത് ഒരു കലംകാരി പ്രിന്റ് ആണ് കേട്ടോ. ആൻഡ് അതിന്റെ കൂട്ടത്തില് അഗെയിൻ ക്രോഷിയോ ലേസ്, ഇവിടെ ഒരു 1 ഇഞ്ച് മുകളിലായിട്ട് ക്രോഷിയോ ലേസ് ഉണ്ട്. ആൻഡ് ചൈനീസ് നെക്ക്, ചൈനീസ് കോളർ ആണ് ഇതിന്റെ കേട്ടോ. ഓപ്പണിങ്സ് ഇവിടെ വരെയുള്ളൂ കേട്ടോ. ഓപ്പണിങ്സ് ഇവിടെ വരെയുള്ളൂ. ഇത് ജസ്റ്റ് ഷോ ബട്ടൺസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് ഇവിടെ വരെയുള്ളൂ. നല്ല പീസാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് ഇതില്. നാട്ടിൽ തന്നെ എന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഇത് വാങ്ങിച്ച് എത്ര വാഷ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതിന്റെ ടോപ്സ്, ചുരിദാറൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിന്റെ കളറൊന്നും പോയിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺസ് ആണ് ഇതൊക്കെ. വ്യൂ കുറച്ച് കാണിക്കാം നിങ്ങൾക്ക്. ദൂരെ ഞാൻ മറ്റേ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല, സോറി. വേണ്ട, നല്ലൊരു റസ്റ്റ് കളറും ഓഫ് വൈറ്റ് കളറും ഒക്കെയാണ്. ഇതാണ് അതിന്റെ ലേസ് വരുന്നത് സ്ലീവിന്റെ. ഇത് വേസ്റ്റ് നിന്ന് വന്നിട്ട് ഒരു സ്കേർട്ട് മോഡലാണ്. ഒത്തിരി ഫ്ലേഴ്സ് ഒന്നുമില്ല, ചെറിയ ഫ്ലേഴ്സ്. താഴെ ഇതുപോലെ ലേസ് ഉണ്ട് കേട്ടോ. ഇത് വ്യൂ കുറച്ച് കാണിക്കാം നിങ്ങൾക്ക്. ദൂരെ ഞാൻ മറ്റേ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല, സോറി. വേണ്ട, നല്ലൊരു റസ്റ്റ് കളറും ഓഫ് വൈറ്റ് കളറും ഒക്കെയാണ്. ഇതാണ് അതിന്റെ ലേസ് വരുന്നത് സ്ലീവിന്റെ. ഇത് വേസ്റ്റ് നിന്ന് വന്നിട്ട് ഒരു സ്കേർട്ട് മോഡലാണ്. ഒത്തിരി ഫ്ലേഴ്സ് ഒന്നുമില്ല, ചെറിയ ഫ്ലേഴ്സ്. താഴെ ഇതുപോലെ ലേസ് ഉണ്ട് കേട്ടോ. ഇതൊരു വൈറ്റ് കളർ ടോപ്പാണ് കേട്ടോ. അഗെയിൻ ഷോർട്ട് ടോപ്പ്. എല്ലാം ഷോർട്ട് ടോപ്സ് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ക്രഷ് കോട്ടൺ ആണ്. കോട്ടൺ തന്നെ, ബട്ട് ക്രഷ് മെറ്റീരിയൽ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് ക്ലോസർ ആയിട്ട് കാണിക്കാം കേട്ടോ. ക്രഷ് കോട്ടൺ ആണ്. അഗെയിൻ ബെൽ റിസ്റ്റ് ചെയ്യുന്ന നോർമൽ സ്ലീവ് ആണ്, ബട്ട്
റിസ്റ്റിന്ന് ഇങ്ങോട്ട് ഒരു ചെറിയൊരു ബെല്ലാണ് കേട്ടോ. ബെൽ സ്ലീവ് ഫ്രം റിസ്റ്റിന്ന് ഇതൊരു ചെറിയ ബെല്ലാണ്. കോളർ ഉണ്ട് ആൻഡ് എംബ്രോയിഡേർഡ് വിത്ത് എന്താ പറയാ നോട്ട് മിറർ, ദാറ്റ് ആർട്ട് മിറർ ഉണ്ടല്ലോ, വെയ്റ്റ്ലെസ്, അതുണ്ട് വിത്ത് എംബ്രോയിഡറി. ഇവിടെ യോക്ക്, ഇവിടെ വേസ്റ്റ് വരെ ഉണ്ട്. വേസ്റ്റിന് അഗെയിൻ സ്കേർട്ട് മോഡൽ. ബാക്ക് സൈഡ് പ്ലെയിൻ, ബാക്ക് സൈഡ് എംബ്രോയിഡറി ഒന്നുമില്ല, പ്ലെയിൻ ആൻഡ് സ്കേർട്ട് മോഡൽ ഒന്നല്ല, ജസ്റ്റ് നോർമൽ. ഇതാട്ടോ ഇതിന്റെ ക്ലോസ് വ്യൂ. നല്ല എംബ്രോയിഡറി വർക്ക് അല്ലേ. ഇതാണ് മെറ്റീരിയൽ. ചെറിയൊരു ക്രഷ്നെസ് ഉണ്ട് ഇതിൽ. ക്രഷ് കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയൊരു ലൈൻസ് പോലെ ഉണ്ടാവും ക്രഷിൻ്റെ. ഇവിടെ നിന്നാണ് ബെല്ല്. റിസ്റ്റിൽ നിന്ന് ഒരു ചെറിയ ബെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഫ്രം റിസ്റ്റ്. ഒരു കോട്ടൺ ഫ്രോക്കാണ്. ഇതുവരെ കാണിച്ചതെല്ലാം ടോപ്സ് ആണ്. നെക്സ്റ്റ് 2-3 ഫ്രോക്സ് ഉണ്ട് കാണിക്കാനായിട്ട്. ഇപ്പോൾ കോട്ടൺ ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ. ഒരു മൾട്ടി കളേർഡ് ആണ്. നല്ല കളേഴ്സ് ആണ്. ബേജ്, പീച്ച് ആൻഡ് എന്താ പറയാ ലൈറ്റ് പിസ്ത ഗ്രീൻ, എക്വാ ബ്ലൂ, അങ്ങനെ ഒരു മൾട്ടി കളേർഡ് ബോക്സ് ടൈപ്പ് പ്രിന്റ് ആണ്. അതിൻ്റെ അകത്ത് ഫ്ലോറൽ പ്രിന്റ് ആണ്. 3/4 സ്ലീവ്. ഇത് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്, ഇതുണ്ട് ചെറിയ ഫോൾഡിങ് ഉണ്ട്. ഫോൾഡ് ചെയ്തിട്ട് ഒരു ലൂപ്പ് ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വിത്ത് കോളർ. ഫ്രോക്കിന്റെ ഷേപ്പ് കിട്ടാനായിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക്കിന്റെ ഒരു സ്മോക്കി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും 2 വേസ്റ്റിലും ഒരു ഷേപ്പ് കിട്ടാൻ. ഇതാണ് ബാക്ക് വ്യൂ. ഇതിന്റെ ഫുൾ ടോപ്പ് ടു ബോട്ടം ബട്ടൺസ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് ഈസ് ഓൺലി ടിൽ ഹിയർ. ഇത് 2 ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ജസ്റ്റ് എ ഷോ പീസ്. ഇത് 3/4 ഫ്രോക്കാണ്. അഗെയിൻ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആണ്. ഇത് ഡബിൾ കോളർ. ഇവിടെ ഒരു കോളർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ കോളർ ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബട്ടൺ ചെയ്ത് വെക്കാം. ബട്ടൺ ഇട്ട് വെക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ കോളറായിട്ട്, ഡബിൾ കോളറായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇത് ടോപ്പ് ടു ബോട്ടം ബട്ടൺസ് ഉണ്ടെങ്കിലും അഗെയിൻ ഓപ്പണിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഫുൾ ബട്ടൺ ഉണ്ട്. ഫുൾ ബട്ടൺ വെച്ചിട്ടുണ്ട്. ബട്ട് ഓപ്പണിംഗ് ഈസ് ഓൺലി ടിൽ ഹിയർ. ആൻഡ് ഇത് സ്ലീവ്ലെസ് ആണ്. ബട്ട് അറ്റാച്ച്ഡ് സ്ലീവ് ഉണ്ട്. അഥവാ നിങ്ങൾക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് ഇവിടെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്താൽ മതി. എ ലൈനാണ്. ഇവിടെ ഒരു നോട്ട്, ഒരു റിബൺ ഉണ്ട് സെയിം മെറ്റീരിയലിന്റെ. നിങ്ങൾക്ക് എത്ര ലൂസ് ആക്കണോ ഷേപ്പ് ചെയ്യണോ, ഇറ്റ്സ് യുവർ വിഷ്. വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പോക്കറ്റ് ഉണ്ട്. അഗെയിൻ പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ റയോൺ മെറ്റീരിയൽ എന്ന് പറയും. നിങ്ങൾ റയോണിന്റെ സൽവാർ ടോപ്സ് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ബോഡിയിൽ അങ്ങ് സ്റ്റിക്കി ആയിട്ട് കിടക്കും. ഇതങ്ങനെ സ്റ്റിക്കി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ അല്ല, തിക്കറാണ്. ഇതിന് ലൈനിങ് ഒന്നും ആവശ്യമില്ല. പ്രീമിയം ക്വാളിറ്റിയാണ്. നിങ്ങൾ സ്ഥിരം കാണുന്ന റയോൺ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് ഫസ്റ്റ് ക്വാളിറ്റി വണ്ണാണ്. ഇതിന്റെ പ്രിന്റ് ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് കേട്ടോ. വെരി 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 പ്രിറ്റി. ഇത് കട്ടിങ് ഉണ്ടോ, പ്രിൻസസ് കട്ടിങ് ആണ് കേട്ടോ. ഇത് ഷോൾഡറിന്റെ അണ്ടർ ആംസിന്റെ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വന്നിട്ട് പ്രിൻസസ് കട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പ് കിട്ടും ഫ്രോക്കിന്. അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കുർത്ത ഫ്രോക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുർത്തയായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് ആണ്. 3/4 സ്ലീവ്. ഒരു ജോമെട്രിക്കൽ പ്രിന്റ് ആണ് കേട്ടോ. ഇതൊരു മൾട്ടി കളേർഡ് ആണ്. ജോമെട്രിക്കൽ പ്രിന്റ് ആണ്. ഇവൻ 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഫ്രം വേസ്റ്റിന് ഇത് കുറച്ച് ഫ്ലെയർഡ് ആയിട്ടാണ്. ചെറിയൊരു കോളർ ഉണ്ട്. ഷേപ്പ് കിട്ടാനാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്
ബസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഷേപ്പിന് വേണ്ടിയിട്ട്. Again, these are just ഷോ ബട്ടൺസ് ആണ് കേട്ടോ, വുഡൻ ബട്ടൺസ് ആണ്, ഷോ ബട്ടൺസ് ആണ്. ഇവിടെ വരെ ഓപ്പണിംഗ് ഉള്ളു കേട്ടോ. ഇതൊരു സ്റ്റോളാണ്, സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ, സ്റ്റോളാണിത്. ബ്യൂട്ടിഫുൾ കളർ, മസ്റ്റേർഡ് യെല്ലോ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, എക്വ ഗ്രീൻ. ഇത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. ജീൻസിന്റെ കൂടെ ആണെങ്കിലും ട്രൗസേഴ്സിന്റെ കൂടെ ആണെങ്കിലും എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇടാം. വൺ സൈഡ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ സ്ലീവിൽ യൂസ് ചെയ്യാം, ഇങ്ങനെ പിടിക്കാൻ യൂസ് ചെയ്യാം. കുറച്ച് ഭംഗിയായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാനും മൾട്ടിപർപ്പസ് ആണ് കേട്ടോ സിൽക്ക് ഷോൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു ഓൾ സൂൺ. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എന്റെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു ഓൾ, സീ യു സൂൺ.